നമസ്കാരം. പശ്ചിമേഷ്യയിലെ വെടിനിർത്തൽ നിലവിൽ വന്നപ്പോൾ ഇറാൻ അമേരിക്കയുടെ വെടിനിർത്തലിൽ അംഗീകരിച്ചുകൊണ്ട് വെടിനിർത്തിയപ്പോൾ ഇസ്രായേലിലേക്കും അതുപോലെ മറ്റ് അമേരിക്കൻ ബേസുകളിലേക്കും ഒക്കെ മിസൈൽ അയക്കുന്നത് നിർത്തിയപ്പോൾ ഇവിടെ ലോക മാധ്യമങ്ങൾ പറഞ്ഞത് സമാധാനം വരുന്നു, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് യുദ്ധത്തിന്റെ കെടുതി എല്ലാവർക്കും മനസ്സിലായി, അതുകൊണ്ട് ഇനി ഹോർമൂസിലൂടെ എണ്ണയും പ്രകൃതിവാദങ്ങളും നിർബാധം ഒഴുകാൻ പോകുന്നു, ഇനി യുദ്ധമൊന്നുമില്ല, യാതൊരു വിഷയവുമില്ല എന്നാണ്. സത്യത്തിൽ അന്ന് ഞാൻ പറഞ്ഞു ഇതൊരു നാടകം മാത്രമാണ്, ഇത് വരാൻ പോകുന്ന ഒരു വലിയ യുദ്ധത്തിന്റെ തുടക്കമാണ് എന്ന്. അതിന് കാരണമുണ്ട്. ഇസ്രായേലിന്റെ അന്നത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ചാൽ മതി. ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയ ശേഷം, അതായത് അമേരിക്ക ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഇറാനെ കയറി അടിച്ചത് ഇസ്രായേലാണ്. അന്ന് അടിക്കുന്ന സമയത്ത് ഇസ്രായേലിന് അറിയില്ല ഇറാന്റെ ശക്തി എന്താണ്. ഇസ്രായേൽ മനസ്സിലാക്കുന്നത് 10-40 വർഷത്തോളമായി മറ്റു രാജ്യങ്ങളുമായി ഇടപാടുകളൊന്നും നടക്കാതെ ഉപരോധത്തിൽ ആയിരിക്കുന്ന ഒരു രാജ്യം, അവരുടെ സാമ്പത്തിക ഉറവിടങ്ങൾ പോലും മറ്റു പലയിടങ്ങളിലും ഫ്രീസായിരിക്കുന്ന സാഹചര്യം. ആ സാഹചര്യത്തിൽ ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല, മറ്റ് സാങ്കേതിക വളർച്ച ഉണ്ടാകാൻ സാധ്യതയില്ല, യുദ്ധ ഉപകരണങ്ങളുടെ നിർമ്മാണ വളർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അതായത് മൊത്തത്തിൽ ഒരു പഴയ കാലത്തിലേക്ക്, ജാംബവാന്റെ കാലത്തിലേക്കുള്ള ഒരു പോക്കായിരിക്കും. ഒരുപക്ഷെ അവിടെ ആയിരിക്കും ഇറാൻ ജീവിക്കുക എന്നുള്ള ധാരണയിലാണ് അടി തുടങ്ങിയത്. അങ്ങനെ അടി തുടങ്ങിയതിനു ശേഷം ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇറാന്റെ പരമോന്നത നേതാവിനെയും അവിടുത്തെ ഭരണാധികാരികളെയും വധിച്ചതോടെ അവർ ആ മേൽക്കൈ നേടുകയും അവർ ഉദ്ദേശിച്ചത് തന്നെയാണ് ശരിയെന്ന് അവർ സമർത്ഥിക്കുകയും അത് ലോകത്തിന് മുന്നിൽ വിളമ്പുകയും ചെയ്തു. സത്യത്തിൽ അതൊരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു ചെറിയൊരു ചുഴലിക്കാറ്റ് മാത്രമായിരുന്നു എന്നാണ് നമ്മൾ പിന്നീട് മനസ്സിലായത്. ഇറാന്റെ തിരിച്ചടി തുടങ്ങിയ ശേഷം ഇസ്രായേൽ നിലം തൊട്ടിട്ടില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ആകാശത്ത് നിന്ന് വീഴുന്ന ബോംബുകൾ, അത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന അക്രമങ്ങൾ, അതിനെ ഉദ്ദേശിച്ച ലെവലിൽ തടയാൻ ഒരുപക്ഷെ ഇറാന് കഴിയുന്നില്ല. മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നു, തകരുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ മറുഭാഗത്ത് മിസൈലുകൾ, ഏകീകരിച്ചിട്ടുള്ള ഒരു അക്രമമല്ല ഇറാൻ ചെയ്യുന്നത് എന്നതുകൊണ്ട് പല ഭാഗത്തു നിന്നും മിസൈലുകൾ ഇസ്രായേലിലേക്ക് പറക്കുന്നു. ഇസ്രായേലിന്റെ തെക്കും വടക്കും പ്രദേശങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി പോയി. അവിടെ അവരുടെ ആണവ പരീക്ഷണ ശാലയടക്കം പരിക്ക് പറ്റി, അതിന് ചുറ്റും ആയിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. ലെബനോൺ യുദ്ധം സമാനമായി നടക്കുന്നത് കൊണ്ട് പട്ടാളക്കാർ മുഴുവൻ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഇസ്രായേലിലുണ്ട്. അതായത് വലിയ ഒരു ദുരന്തമായിരുന്നു അന്ന് ഇസ്രായേലിൽ നടന്നിരുന്നത്. ലെബനോനിൽ കടന്നു കയറുന്ന പട്ടാളക്കാർ കൊല്ലപ്പെടുന്നു. ഇപ്പുറത്ത് നിലവിൽ അവരുടെ ബേസുകളും വിമാനത്താവളങ്ങളും അവരുടെ പരീക്ഷണശാലകളും ഗവൺമെന്റ് ഓഫീസുകളും എല്ലാം ഇറാൻ മിസൈൽ അയച്ച് തകർക്കുന്നു. അതായത് ഗസ എങ്ങനെയാണോ ഏകദേശം ആ ഒരു ലെവലിലേക്ക് ഇസ്രായേലിന്റെ പല പ്രദേശങ്ങളും ഇറാൻ കൊണ്ടെത്തിച്ചു. അത് മാത്രമല്ല, ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിന്റെ അയൺഡോമുകൾ അടക്കമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ മുഴുവൻ തകർന്നു. കാര്യം ഇറാൻ കൊടുത്തിരുന്നത് ചെറിയ ചെറിയ റോക്കറ്റുകളും അതുപോലെ ഡ്രോണുകളും ഒക്കെ. ആ ചെറിയ ഡ്രോണുകളെയും ചെറിയ റോക്കറ്റുകളെയും ഡമ്മി റോക്കറ്റുകളെയും ഒക്കെ തകർക്കാൻ വേണ്ടി ഇവരുടെ 20 കോടിയും 30 കോടിയും രൂപ വിലയുള്ള വലിയ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നു. അങ്ങനെ ആയുധ നഷ്ടം കൂടി ഇസ്രായേലിനുണ്ടായി. വലിയ അളവിൽ ഇസ്രായേലിന് ആയുധ ശേഖരം ഒഴിവായിപ്പോയി. അതായത് തിരിച്ചടിക്കാൻ ആയുധങ്ങളില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് അമേരിക്ക വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത്. ആ സാഹചര്യം ഇറാൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഏത് നിമിഷവും തിരിച്ചടിക്കാൻ തയ്യാറായി തന്നെ നിൽക്കുന്നത്. ഇപ്പൊ നോക്കൂ, ഏതാണ്ട് 6500 ടൺ ആയുധങ്ങൾ അമേരിക്ക ഇസ്രായേലിന് കൈമാറിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇന്ന് പറഞ്ഞ വാർത്ത, അത്യന്താധുനിക സംവിധാനങ്ങളും മറ്റ് സംവിധാനങ്ങളും ആയുധങ്ങളും അതും ഇതും എല്ലാമായിട്ട് വലിയ 2 കപ്പലുകൾ ഇസ്രായേലിലേക്ക് എത്തിക്കഴിഞ്ഞു അമേരിക്കയുടെ ആയുധങ്ങളുമായി എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അത്യാവശ്യത്തിന് അടിക്കാനുള്ള ആയുധ ശേഖരങ്ങളായി വന്നതിൽ ഇറാന്റെ ശക്തി ഏകദേശം മനസ്സിലായ നിലയ്ക്ക് ഇറാനെ കൂടുതൽ ശക്തിയായി അടിക്കാൻ പറ്റിയ സാധനങ്ങളായിരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി കൊടുത്തിട്ടുണ്ടാകുക. പക്ഷെ ഇറാന്റെ ശക്തി എന്താണെന്ന് അവർ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. ഇസ്രായേല് ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോണത്. ഇസ്രായേലില് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനാകട്ടെ അടി തുടങ്ങിക്കൊള്ളാൻ വയ്യ. അതായത് ഇറാനെ ഇനി തകർക്കാതെ ഞങ്ങൾ ഇനി നോക്കിയിരിക്കില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. അത്യാവശ്യത്തിന് ആയുധങ്ങൾ എത്തിയപ്പോൾ നേരാമണ്ണം ഒരു ഇടപെടൽ മറ്റു രാജ്യങ്ങൾ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയാണ് ശരിക്കും വലിയ യുദ്ധം ഉണ്ടാകാൻ പോകുന്നത്. അതായത് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു, മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ താവളങ്ങൾ മുഴുവൻ ഞങ്ങൾ തകർക്കും. ഇപ്പൊ മിസൈലുകൾ അയച്ചിട്ടേ ഉള്ളൂ, പക്ഷെ ഇനി അതല്ല, ഇനി മുഴുവൻ തകർക്കും. അത് മാത്രമല്ല, അമേരിക്ക ഇറാനെ പ്രതിരോധിച്ചുകൊണ്ട്, ഹോർമൂസിൽ നിന്ന് പോകുന്ന കപ്പലുകളെ പ്രതിരോധിച്ചുകൊണ്ട് പ്രതിരോധം തീർത്തിട്ടുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ കപ്പലുകളെ മുഴുവൻ ഞങ്ങൾ തകർക്കും. മാത്രമല്ല, ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇതൊക്കെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആവശ്യത്തിന് ആയുധങ്ങൾ കിട്ടിയ ഇസ്രായേൽ ഏത് നിമിഷവും തങ്ങൾ ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അമേരിക്കയും അതേ ഭീഷണി മുഴക്കുന്നു. അതായത് വെടിനിർത്തലൊന്നും ഇല്ല എന്ന് പറയുന്നു.
അതിന് അമേരിക്ക പറയുന്ന ന്യായം ഇറാന്റെ പക്കലുള്ള യുറേനിയം അങ്ങോട്ട് കൊടുത്തിട്ടില്ല, അമേരിക്കയ്ക്ക് കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല അവരുടെ എണ്ണയിന്മേലുള്ള അധികാരവും കൊടുത്തിട്ടില്ല. ഇത് രണ്ടും കിട്ടാത്തത് കൊണ്ട് അമേരിക്ക നിലത്തല്ല. പിന്നെ ആവശ്യത്തിന് ആയുധങ്ങൾ കിട്ടിയത് കൊണ്ട് ഇറാനെ ആക്രമിക്കാതെ ഇസ്രായേലിന് ഇരിക്കപ്പുറതിയുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലായിരിക്കില്ല പോകുന്നത്. കേവലം 12 ദിവസത്തെ ഒരു ചെറിയ യുദ്ധം കൊണ്ട് ഈ ലോകത്തെ ഒതുക്കാൻ, അല്ലെങ്കിൽ ജീവിതത്തെ മുഴുവൻ ഒതുക്കിക്കളയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയുള്ള യുദ്ധം ഇറാനും ഇസ്രായേലും അമേരിക്കയും മാത്രമായിരിക്കില്ല. ഇനിയുള്ള യുദ്ധത്തിൽ ഒരുപക്ഷെ റഷ്യ ഉണ്ടായെന്ന് വരും, അതുപോലെ ചൈന ഉണ്ടായെന്ന് വരും. ഇതെല്ലാം കൂടി ആകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലായിരിക്കില്ല പോവുക. അത് മാത്രമല്ല, ഇറാന്റെ സൈനിക ശക്തി, ആയുധ ശക്തി, ഇതൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ കാണിക്കുന്ന മണ്ടത്തരം അതൊരു മണ്ടത്തരമാണെന്ന് ഇസ്രായേൽ തിരിച്ചറിയുമ്പോഴേക്കും ഇസ്രായേൽ തന്നെ ഒരുപക്ഷെ ഇല്ലാതായി പോയെന്നും വരാം. Different angles. Don't forget to subscribe and support this channel.